അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്തുകളുടെയും ആയത്തുകളുടെയും മഹത്വങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. പല ക്ലിപ്പുകളിൽ നിന്നും പല വേദികളിൽ നിന്നുമൊക്കെ ഇഖ്ലാസ് സൂറത്തിന്റെ മഹത്വം കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ സൂറത്തുൽ ഇഖ്ലാസിനെ പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം 3 ക്ലിപ്പുകളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇത്. 2ഉം 3ഉം ഭാഗങ്ങൾ കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ അതുപോലെ അദ്ദാദിന്റെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് സൂറത്തിനുള്ള മഹത്വം എന്ത് എന്ന് അത് പാരായണം ചെയ്യുന്ന അതിൽ വിശ്വാസമുള്ള ആളുകൾ മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. ആദ്യമായി ഈ പരിശുദ്ധമായ സൂറത്ത് ഇറങ്ങിയത് അതിന് കാരണമുണ്ട്. ഖുർആനിൽ നിന്നുള്ള ഓരോ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓരോ കാരണത്തിന്റെ സമയത്ത് ഇറങ്ങിയതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ്, അതുപോലെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, അബൂ ആലിയ, ശഅബി, ഇക്രിമ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. ഇജ്തമഅ കുഫാറു മക്കത്ത, മക്കയിലുള്ള കാഫിരീങ്ങൾ ഒരുമിച്ച് കൂടി. ആരൊക്കെയാണ് ഒരുമിച്ച് കൂടിയത്? ആമിർ ഇബ്നു തുഫൈൽ, സയ്യിദ് ഇബ്നു ഖൈസ്, ഇവരല്ലാത്ത മറ്റു ചില ആളുകളും ചേർന്നുകൊണ്ട് വഖാലു, അവർ വന്നുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് സിഫ് ലനാ റബ്ബക മിൻ അയ്യി ഷൈഇൻ ഹുവ, നിന്റെ റബ്ബ് എന്ത് വസ്തു കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇവരങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ഇവരാരാധിക്കുന്ന ദൈവങ്ങളൊക്കെയും ഓരോ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവര് ചോദിക്കുന്നു, അഹുവ മിൻ ദഹബിൻ അം ഫില്ലത്തിൻ അം മിൻ ഹദീദിൻ അം മിൻ നുഹാസിൻ, നിന്റെ റബ്ബാണെന്ന് നീ പറയുന്ന അല്ലാഹു സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണോ, അം മിൻ ഫില്ലത്തിൻ, അതോ വെള്ളി കൊണ്ട് നിർമ്മിച്ചതാണോ, അം മിൻ ഹദീദിൻ, ഇരുമ്പിനാൽ ഉണ്ടാക്കിയതാണോ നിന്റെ റബ്ബിനെ, അം മിൻ നുഹാസിൻ, അതോ ചെമ്പിൽ നിന്ന് നിർമ്മിച്ചതാണോ. ഫൈന ആലിയതന മിൻ ഹദിൽ അശ്യാഇ, ഞങ്ങൾക്ക് കുറെ ദൈവങ്ങളുണ്ട്, ഇലാഹുകളുണ്ട്, അതൊക്കെ ഈ വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ ഇങ്ങനെ കരുതി, റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനോടും സദൃശമാവുകയില്ല, ഹുവ ലാ യശ്ബഹു ശൈഅ. അതുകൊണ്ട് ഇവരോട് എന്ത് പറയണം എന്നിങ്ങനെ ചിന്തിച്ച സമയത്താണ് ഫഅൻസലല്ലാഹു ഹാദിഹി സൂറ, ഈ സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നു. ഏത് സൂറത്ത്? ഇഖ്ലാസ് സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവ പറയേണ്ട കാര്യം അല്ലാഹു അഹദ് എന്നാണ്. അല്ലാഹു തആല ഏകനാണ്. ലം യലിദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, അല്ലാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് ആവശ്യമാകും, പക്ഷേ അല്ലാഹു ഒന്നിലേക്കും ആവശ്യമാവുകയില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കുകയോ മറ്റൊരാളെ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ആ വസ്തുവിൽ നിന്ന് ജനിച്ചതല്ല അല്ലാഹു, മറ്റൊരാളെ ജനിപ്പിച്ചിട്ടുമില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യമായി ഒരു വസ്തുവും തന്നെ ലോകത്തില്ല എന്ന ഇഖ്ലാസ് സൂറത്ത് ഓതിക്കൊടുക്കുവാനാണ്
ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പോ ഈ സൂറത്തിന്റെ അവതരണ സന്ദർഭം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഞാൻ ആദ്യമായി വെക്കുന്നത്. വലിയ മഹത്വമാണ് ഈ സൂറത്തിനുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിയ പ്രതിഫലം കിട്ടും ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിയ. എല്ലാവർക്കും അറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ലാ തനാമി ഹത്താ തഅമലി അർബഅത അശ്യാ. ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുന്ന ആയിഷ ബീവിയോട് പ്രവാചകരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 കാര്യം ചെയ്യാതെ നീ ഉറങ്ങരുത്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ ഒരു ഖത്മ് പൂർത്തിയാക്കണം. അതേപോലെ അമ്പിയാക്കളെല്ലാം ഖിയാമത്ത് നാളിൽ നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നവരാക്കണം. എല്ലാ മുസ്ലിങ്ങളും നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടവരാകണം. നിങ്ങൾ ഒരു ഹജ്ജും ഉംറയും ചെയ്യുകയും വേണം. ഇത് 4 ചെയ്തതിന് ശേഷമല്ലാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ലെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആയിഷ ബീബി ആ ഉറങ്ങാൻ വിരിച്ച വിരിപ്പിൽ തന്നെ ഇരിക്കുകയാണ്. നമസ്കാരം സലാം വിട്ടുന്നത് വരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് കഴിയുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ കാലത്തെ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് തണ്ടമാണ്. അതവർ പറയുന്ന ഒരു വാചകമാണ്. അമർതനി ബി അർബഅതി അശ്യാ ലാ അഖ്ദിറു ഫീ ഹാദിഹി സഅതി അൻ അഫ്അല. 4 കാര്യം ചെയ്യാൻ നിങ്ങൾ എന്നോട് കൽപ്പിച്ചു, ഈ സമയത്ത് അത് ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് വിവരിച്ചു കൊടുക്കുകയാണ്, ഇദാ ഖറഅതി ഖുൽ ഹുവല്ലാഹു അഹദ് സലാസ. 3 പ്രാവശ്യം നീ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഫകഅന്നകി ഖതംതിൽ ഖുർആൻ, നീ ഒരു ഖത്മ് ഓതിയോളെ പോലെയാണ്. വഇദാ സ്വല്ലൈതി അലയ്യ വഅലൽ അംബിയാഇ മിൻ ഖബ്രി, എന്റെ മേലിലും എന്റെ മുൻഗാമികളായ അംബിയാക്കളുടെ മേലും നീ സ്വലാത്ത് ചൊല്ലിയാൽ ഞങ്ങൾ നിനക്ക് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യുന്നവരാകും. അപ്പോൾ 3 ഇഖ്ലാസ് ഓതുക. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ 2 കാര്യം കഴിഞ്ഞു. വഇദസ്തഗ്ഫർതിൽ മുഅ്മിനീന, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി നീ പൊറുക്കലിനെ തേടിയാൽ അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ ഫകുല്ലുഹും റാദൂന അൻകി, അവരെല്ലാം നിന്നെ തൊട്ട് തൃപ്തിപ്പെട്ടവരാകും. വഇദാ ഖുൽതി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഫഖദ് ഹജ്ജതി വഅതമർതി, നീ ഒരു ഉംറയും ഒരു ഹജ്ജും ചെയ്തവളെ പോലെയാകും. അതാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഇഖ്ലാസ് സൂറത്തിന്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം 10 പ്രാവശ്യം ഓതിയാൽ ലം യസിൽ ഇലൈഹി ദംബുൻ, ആ ദിവസം ഒരു ദോഷം അവനിലേക്ക് ചേരുകയില്ല. വജഹദഹു ശൈത്താൻ, അവനെ ദോഷം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശൈത്താൻ എത്ര തന്നെ പരിശ്രമിച്ചാലും. വഹിയ ഇഖ്ലാസ് സൂറത്ത് 40 ആയത്തിൻ 4 ആയത്തുകളാണ്. 15 കലിമത്തൻ 15 വാചകങ്ങളാണ്. 47 അറഫുകളുമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
മൻ ഖറഅ സൂറത ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദത്തൻ, ആരെങ്കിലും ഇഖ്ലാസ് സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ അഅതാഹു മിനൽ അജ്രി കമിസ്ലി അജ്രി മിഅത്തി ഷഹീദ്, 100 ഷഹീദിന്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകും. വഇന്നമാ സുമിയത്ത് സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്തിന് തന്നെ ഇഖ്ലാസ് സൂറത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം ലിഅന്ന തുഖ്ലിസു ഖാരിഅഹാ മിൻ ശദാഇദി ദുനിയ വൽ ആഖിറ, ആ സൂറത്ത് അത് പാരായണം ചെയ്ത ആളെ ഐഹികമായ ബുദ്ധിമുട്ടുകളെ തൊട്ടും ആഖിറത്തിലെ പാരത്രികമായ ബുദ്ധിമുട്ടുകളെ തൊട്ടും അത് സംരക്ഷിക്കും. വസക്കറാത്തുൽ മൗത്തി, മരണഘട്ടത്തിലുള്ള മരണവേദനയെ തൊട്ടത് കാക്കും. വളുലുമാത്തിൽ ഖബരി, ഖബറിലെ ഇരുട്ടിനെ തൊട്ടത് സംരക്ഷിക്കും. വഹുവാനിൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ടും സംരക്ഷിക്കും. ഇത്രയും മഹത്വങ്ങള് ഈ സൂറത്തിനുണ്ട്. ഇതിന്റെ 1-ാം ഭാഗമാണ് ഇത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 2ഉം 3ഉം ഭാഗങ്ങൾ കൂടി കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. സമയം അധികമാകുന്നത് കൊണ്ടാണ് ഈ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലെയുള്ള അറിവുകൾ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും വേണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചാനലിൽ നിന്ന് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് പുണ്യം നേടുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു അവരുടെ എല്ലാ നന്മകളും സ്വീകരിക്കുകയും തിന്മകൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.